തലസ്ഥാനത്തെ റോഡുകളെ ചൊല്ലി മന്ത്രി പി എ മുഹമ്മദ് റിയാസും എംഎൽഎ കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വാക്പോര്. വികസന പദ്ധതികളുടെ പേരിൽ റോഡുകൾ പൊളിച്ചിട്ട് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നായിരുന്നു കടകംപള്ളിയുടെ വിമർശനം. കരാറുകാരനെ മാറ്റിയപ്പോൾ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു ഇതിനുള്ള മന്ത്രിയുടെ പരോക്ഷ മറുപടി. തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിച്ച വികസന സെമിനാറിലായിരുന്നു മേയറെ വേദിയിലിരുത്തിയുള്ള കടകംപള്ളിയുടെ വിമർശനം. തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളിൽ വലിയ വീഴ്ച സംഭവിച്ചെന്ന എംഎൽഎ പറഞ്ഞു. വികസന പദ്ധതികളുടെ പേരിൽ നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ. റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുകയാണ്, കുഴിച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിൽ താമസിക്കുന്നു. എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ലിവറേജ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. തൊട്ടടുത്ത ദിവസം നേമം പാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ കടകംപള്ളിക്ക് പരോക്ഷ മറുപടിയുമായി പൊതുമരാമത്ത് മന്ത്രി എത്തി. ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെക്കൊണ്ട് ഫിറ്റ് ചെയ്യാനാകില്ലെന്ന് മന്ത്രി തിരിച്ചടിച്ചു. കരാറുകാരെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും റിയാസ്. ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴ്ത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട്. തിരിയേണ്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇതിന്റെ വസ്തുതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എല്ലാ റോഡുകളും പണി പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയാണ് മന്ത്രി മടങ്ങിയത്. മീഡിയ 1 തിരുവനന്തപുരം.